ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ്. കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോയെന്ന് വെച്ചിട്ട്. സോ അതുകൊണ്ട് വിചാരിച്ചൊന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. ആക്ച്വലി പറഞ്ഞാൽ ഇതൊരു സ്റ്റഡി വ്ളോഗായിട്ട് കൂട്ടാം, ബിക്കോസ് ഇത് സ്റ്റഡി ലീവുള്ളൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം സ്റ്റഡിയാണ്, ബിക്കോസ് ഇത് ബേസിക് സയൻസിൻ്റെ എക്സാമിൻ്റെ 3 ദിവസം മുമ്പെങ്ങാനും 2 ദിവസം മുമ്പെങ്ങാനാണ്. സോ അതുകൊണ്ട് ബേസിക് സയൻസ് എന്നറിയാമല്ലോ, ഒരു നീണ്ട ചാപ്റ്റർ തന്നെയാണ്. ഞാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല, ബിക്കോസ് അതിനിടയ്ക്ക് തന്നെ തണുപ്പ് പിടിച്ചു. അതുകൊണ്ട് എന്താ പറയുക, കുറച്ച് വീക്കായിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് വിചാരിച്ച പോലെ എല്ലാ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാ ചാപ്റ്ററിലും മെയിൻ കോൺസെപ്റ്റ്സ് ഒന്ന് മനസ്സിലാക്കി പോയിന്. അതിൻ്റെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് ബേസിക് സയൻസിൻ്റെ എക്സാമിൻ്റെ അന്ന് രാത്രിയാണ്. എന്നുവെച്ചാൽ എക്സാം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ വിചാരിച്ചത്ര ടഫില്ലെങ്കിലും ഞാൻ വിചാരിച്ച പോലെയല്ല, പഠിച്ച് തീർത്തിട്ട് നല്ലൊരു സിമ്പിൾ എക്സാം ആയിരുന്നു. അത്യാവശ്യം ടഫും അത്യാവശ്യം സിമ്പിളും ഉള്ള തരത്തിലൊരു എക്സാം, ഒരു ആവറേജ്. ഓൾസോ ഇതെൻ്റെ ക്രാഫ്റ്റി സ്റ്റഡി ഡയറീസ് എന്ന് പറയുന്ന പുതിയ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ദ ക്രാഫ്റ്റ് ഡയറീസ് സപ്പോർട്ട് ചെയ്ത പലരും ഇതിൻ്റെ അകത്തുണ്ടെന്ന് അവരുടെ കമൻറ്റും എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആരല്ല അത് നിങ്ങൾക്ക് ഐ ആം സോ ഹാപ്പി. ആൻഡ് എന്നാൽ പറയുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര്, ഇപ്പോൾ എൻ്റെ സ്വന്തം എനിക്കൊരു ഫ്രണ്ട് എന്നുള്ള രീതിക്ക് കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല, ബിക്കോസ് അങ്ങനെ കമൻറ്റ് ഇടുന്നില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാനങ്ങനെ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ് പീപ്പിൾസ്. അപ്പോൾ ഈ ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് നല്ല റീച്ചാക്കി എടുക്കുക, ബിക്കോസ് നിങ്ങൾ പറഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. നിങ്ങളെല്ലാവരും അധികം പേരും എന്നോട് പറയുന്നൊരു കാര്യമായിരുന്നു, വോയിസ് ഓവർ വെച്ച് സ്റ്റഡി വ്ളോഗ്സ് ചെയ്യുമോ, വോയിസ് ഓവർ വെച്ചിട്ട് ഷോർട്സ് ചെയ്യുമെന്ന്. സോ നിങ്ങളെല്ലാവരും ഇങ്ങനെ അധികം പേരും കുറേ പേര് സ്റ്റഡി വ്ളോഗ്സ് വോയിസ് ഓവർ വെച്ച് ചെയ്യാൻ പറ്റണമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് ഒട്ടും റീച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ചാനൽ തുടങ്ങി കൂടാ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിപ്പം പോകുന്ന പോലെ കൺസിസ്റ്റൻ്റായി പോവും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് 43 ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉയർത്തിയെടുക്കണം. അപ്പോൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് ഒന്നും തലയ്ക്ക് വരുന്നില്ല. അങ്ങനെയാണ് അന്നത്തെ അവസ്ഥ. ബിക്കോസ് തണുപ്പ് പിടിച്ചിട്ട് എന്തോ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചു. രാവിലെ തന്നെ എന്ന് പറയുമ്പോൾ ഒരു 10 മണി അങ്ങനെ ആയിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ തലേന്നായിരുന്നു മറ്റേ 2 AM സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്ളോഗ് ഉണ്ടല്ലോ, ആ ഇതെടുത്തത്. ഞാൻ അന്ന് 2 മണിക്കാണ് ഉറങ്ങിയത്. സോ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കണം, അങ്ങനെയാണല്ലോ. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ക്ലാസ് കാണാനായിരുന്നു ബയോളജീൻ്റെ. ബിക്കോസ് ബയോളജി ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ഞാൻ പഠിക്കാത്തതുണ്ടായിരുന്നു. അത് തീരെ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് വരെ ബയോളജിയിലായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ബയോളജി മനസ്സിലാക്കാമെന്ന് വെച്ചു. എന്നിട്ട് ബയോളജീൻ്റെ ക്ലാസ് ഫുള്ള് കണ്ടോ? അതുമില്ല, നമ്മൾ കുറച്ച് നേരം മാത്രം കണ്ട് കണ്ട ഭാഗമെങ്കിലും പഠിച്ചു ചേർക്കാമെന്ന് വെച്ചിരുന്നു. തീർത്തോന്ന് വെച്ചാൽ ഇല്ല, ബട്ട് എനിക്ക് മാക്സിമം പറ്റുന്നിടത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് രാത്രിയത്തെ ഒരു ലോങ് സ്റ്റഡി നൈറ്റാണിത്. ലോങ് എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഒരു 1:30 വരെയായിട്ടും പോയിട്ടുണ്ട്. ബിക്കോസ് ഐ ആം എ നൈറ്റ് പേഴ്സൺ. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ കുറച്ച് ഏതെല്ലോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ആം എ നൈറ്റ് പേഴ്സൺ. എനിക്ക് രാത്രിയെ പഠിക്കാൻ പറ്റും മര്യാദയ്ക്ക് പ്രൊഡക്റ്റീവായിട്ട്. സോ നൈറ്റ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവും. പിന്നെ നൈറ്റിലൊരു പ്രത്യേകിച്ച് സൈലൻസാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി സിമ്പിളാണ്. നമുക്കത് നല്ല രീതിക്ക് ഫീൽ ചെയ്യും. അതേപോലെ നൈറ്റ് പേഴ്സണായിട്ട് നൈറ്റിൽ മാത്രം പഠിച്ച തലക്കേറുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കെന്ന് വെച്ചാൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ട്, അത്രയും റെയറായിട്ടാണ്. ഞാൻ എക്സാമിന് അത്രയും പോർഷൻ ബാക്കിയുണ്ടെങ്കിലാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കാറുള്ളൂ. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഇനി അടുത്ത മാത്സ് ആണ്. എന്ന് വെച്ചാൽ നാളെയും കൂടി കഴിഞ്ഞ് മറ്റന്നാളായ ഞാനിപ്പോൾ വീഡിയോ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം. അപ്പം മറ്റന്നാളത്തെ മാത്സിന് വേണ്ടി ഞാൻ ഇന്ന് കുറച്ച് ക്ലാസ് കണ്ടു. അത് കഴിഞ്ഞിട്ട് നാളെ ഇപ്പോൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണം. അറിയത്തില്ല, ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു മൂഡ് വരുന്നില്ല പഠിക്കാൻ തീരെ. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ ഹിന്ദിയാണ്. ഹിന്ദി കഴിഞ്ഞ് പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനാണ്. അത് സീനില്ല. പിന്നെ വരുന്നത് സോഷ്യൽ വാസ് ദ ലാസ്റ്റ് എക്സാം. ബട്ട് സോഷ്യലിന് പഠിക്കാനുണ്ട് കുറേ. സോ ഐ ഹാവ് എ മിനി ഗോൾ. മാർച്ച് 31 എന്ന് വെച്ചാൽ നമ്മൾ ഈ മാസം കഴിയുന്നത്, എക്സാം കഴിയുന്നത് മാസം കഴിയുന്നതും ഇതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും
നമുക്കൊന്ന് അടിക്കണം എന്നുണ്ട്. അറിയില്ല നടക്കുമോ നമുക്കൊരു പ്രതീക്ഷയില്ല. ബട്ട് എൻ്റെ അടുത്ത അക്കൗണ്ട് ദ ക്രാഫ്റ്റ് ഡയറീസിൽ 200 സംതിങ് ഇപ്പോൾ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലൊന്ന് മനസ്സിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വെക്കേഷൻ ആയാലും ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫും വ്ളോഗ്സും ആയിട്ട് എന്തായാലും വരുന്നതാണ്. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും അങ്ങനത്തെ വീഡിയോസ് വേണ്ടത് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുക്കുന്നത് ആരോ ഒരാളല്ല, അതിന് ശേഷം പിന്നെയും കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവരെല്ലാം പറയും നമ്മൾ കുറച്ച് റെസ്പോണ്ട് ചെയ്യണമല്ലോ. സോ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ സ്റ്റഡി വ്ളോഗ് മാത്രം എടുക്കുന്നത് ഞാനാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഇന്ന് കുറച്ച് വിശന്നിട്ട് രാത്രി, അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഇതിൽ കാണിക്കുന്നത് ഇടയിൽ തന്നെയുള്ളൊരു നൈറ്റാണ്. പറഞ്ഞല്ലോ നൈറ്റ് പേഴ്സണാണ്. സോ നൈറ്റിലാണ് ഞാൻ പഠിക്കാറുള്ളൂ മര്യാദയ്ക്ക്. അതുകൊണ്ട് തന്നെ നൈറ്റിൽ ഒരു വ്ളോഗാണിത്. ഇതിൽ ഞാൻ മെയിനായിട്ട് പഠിക്കുന്നത് കെമിസ്ട്രി ആയിട്ടാണ്. സോ എനിക്ക് പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുക. സോ എനിക്ക് അറിയില്ല ഈ ചാനൽ തുടങ്ങി അബദ്ധത്തിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ചാനൽ ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാൽ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഷോർട്സായിട്ട് ഇപ്പോൾ ഇടുന്ന വോയിസ് ഓവർ ചെയ്തിടുന്നുണ്ടല്ലോ, അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണോ ഒന്നും അറിയില്ല. നമുക്ക് റീച്ചും ഇല്ല ഈ വീഡിയോക്ക് ഒന്നും. ബട്ട് എല്ലാവർക്കും സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കൺസിസ്റ്റൻ്റായിട്ട് ഇട്ടിട്ട് പോകുന്നത് വീഡിയോ. ഇനി നെക്സ്റ്റ് കാണിക്കുന്ന ക്ലിപ്പ് എന്ന് വെച്ചാൽ തലേ ദിവസത്തെ രാത്രിയായിരുന്നു. എന്ന് വെച്ചാൽ എക്സാമിന് തൊട്ട് മുമ്പുള്ള രാത്രി. അതെങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബിക്കോസ് അത്രയും ചാപ്റ്റർ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയോ ഞാൻ അറിയുന്ന രീതിക്ക് തീർത്ത്, അറിയുന്ന ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാൻ നോക്കി. പിന്നെ അറിയാത്തത് ഇമ്പോർട്ടൻ്റ് ഉള്ള മാത്രം പഠിച്ചു തീർത്ത് എങ്ങനെയല്ലോ പഠിച്ചു തീർത്താണ്. ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയുക. സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി വ്ളോഗ്സ് ആയാലും ഷോർട്സിലാണെങ്കിൽ അത് ലോങ് വീഡിയോയിലാണെങ്കിൽ എങ്ങനെയായാലും കമൻറ്റ് ചെയ്യാം. ഞാൻ ട്രൈ ചെയ്യാം. ശരിക്കും ഞാൻ ആരോ എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയില്ലെങ്കിലും ഞാനത് ട്രൈ ചെയ്ത് ഫസ്റ്റത്തെ ക്ലിപ്പ് ഞാൻ രാവിലത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരാം. ആൻഡ് ഓൾസോ ഒരാൾ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എക്സാം റിവ്യൂ ചെയ്യുമോ. സത്യത്തിൽ ഫസ്റ്റ് ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്നലെ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ നോട്ടീസ് ചെയ്തത്. അപ്പോൾ വിചാരിച്ചെങ്കിലും ഒന്ന് ചെയ്തേക്കാം, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തത് എക്സാം റിവ്യൂ ആണ്. അതിപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ആൻഡ് റീസെൻ്റ്ലി എനിക്കിപ്പോൾ വരുന്ന കുറച്ച് കമൻറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നുണ്ട്, മോട്ടിവേറ്റ് ആകുന്നുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മെയിൻലി പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തലപുകഞ്ഞ് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ വീഡിയോ ഓണാക്കി വെക്കുന്നതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് മറക്കണ്ട. ബൈ.